إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ഏറെ ബഹുമാനമുള്ള ആദരണീയരായ വിശ്വാസിനികളായ സഹോദര സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിധിവിലക്കുകളും അവൻ്റെ ഓരോ ആജ്ഞാനിർദ്ദേശങ്ങളും നല്ലപോലെ കാത്ത് സൂക്ഷിച്ച് തഖ്വാബോധമുള്ളവരായി ജീവിക്കണുണ്ടോ എന്നോടെന്ന പോലെ എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ച തമ്പുരാൻ അത് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഏത് വിഷയത്തിലും നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏത് പ്രശ്നമായാലും ഏത് സാഹചര്യമായാലും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ നിലപാടുകളുണ്ടായിരിക്കണം, വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം. ഏത് വിഷയം വരുമ്പോഴും ഏത് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുമ്പോഴും വളരെ വ്യക്തമായ നിലക്കുള്ള നിലപാടുകൾ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാരണം അവരുടെ കയ്യിലുള്ളത് ഒരു മഹത്തായ വിശുദ്ധമായ ഗ്രന്ഥമാണ്. ലോകാത്ഭുത ഗ്രന്ഥം, മാനവരാശിക്ക് തന്നെ വെളിച്ചം നൽകുന്ന, മാർഗദർശനം നൽകുന്ന ഒരു മഹത്തായ വേദഗ്രന്ഥം അവരുടെ കയ്യിൽ ഉണ്ട്. ആ വേദഗ്രന്ഥത്തിൻ്റെ വിശദീകരണമായിട്ടിക്കരെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, തിരുചര്യയും മുസ്ലിമീങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ രണ്ടിൻ്റെയും അടിസ്ഥാനത്തിൽ
അവർ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഏത് വിഷയം വന്നാലും അവർക്കെല്ലാം വ്യക്തമായ നിലപാടുകളുണ്ട്, ഉണ്ടായിരിക്കണം. ഉദാഹരണമായി ഒരു നാട്ടിലെ ഭരണം, ഒരു നാട്ടിലെ അധികാരം അതാരുടെ കയ്യിലായിരിക്കണം, ആരുടെ കൈകളിലേക്കെല്ലാം അത് പോകുന്നു. അധികാരം, ഭരണമെന്നുള്ളത് അത് എപ്പോഴും സ്ഥായിയായി സ്ഥിരമായി നിൽക്കുന്നില്ല. അത് ഭരണം മാറി മാറി വരുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസികളുടെ, മുസ്ലിമീങ്ങളുടെ വിശ്വാസികളുടെ നിലപാട് എന്തായിരിക്കണം? അവരുടെ പ്രതികരണം എന്തായിരിക്കണം? ഇതൊക്കെ നാം മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് അതുമായി ബന്ധപ്പെട്ട വളരെ ചില പ്രധാനമായ കാര്യങ്ങളാണ് ഈ കുറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഉദാഹരണമായി നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, നാം നിവസിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഒരു വലിയ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. ഇനിയും ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ തിരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ട്. ഏകദേശം ജൂണോടുകൂടി വ്യക്തമായ ഒരു ചിത്രം നമ്മുടെ മുമ്പിലേക്ക് വരും. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവിടെ നിലനിൽക്കുന്ന ഭരണം BJP, RSS തുടങ്ങിയ പാർട്ടികളുടെ ഭരണമാണ്. ഇനി അവർക്ക് തന്നെ ഭരണം വീണ്ടും ലഭിക്കുമോ? അത് മാറുമോ? ഈ ഫാസിസ്റ്റ് ശക്തികൾക്ക് തന്നെ ഭരണം ഒന്നുകൂടി ലഭിച്ചാൽ ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളായ വിശിഷ്യ മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും പരിതാപകരമായ, പ്രയാസകരമായ അവസ്ഥയുണ്ടാകുമോ? ഈ മഹത്തായ ഇന്ത്യ രാജ്യത്ത് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുമോ? തുടങ്ങിയ ചർച്ചകളെല്ലാം തന്നെ പല ഭാഗത്തും നടന്നു വരുന്നു. ഇവിടെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യമായി മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആധിപത്യം, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധികാരം അത് അല്ലാഹുവിൻ്റെ കയ്യിലാണ്. അല്ലാഹുവിൻ്റെ കയ്യിലാണ് ഈ പ്രപഞ്ചത്തിന്റെ. ഏതെങ്കിലും ഒരു നാട്ടിൻ്റെ അല്ല, ഭൂമിയുടേത് മാത്രമല്ല, ആകാശഭൂമികൾ ഉൾക്കൊള്ളുന്ന വിശാലമായ പ്രപഞ്ചത്തിന്റെ ആധിപത്യം അല്ലാഹുവിൻ്റെ കയ്യിലാണ് എന്നാണ് നമുക്ക് പഠിപ്പിക്കപ്പെടുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു, ഏതൊരു അല്ലാഹുവിൻ്റെ കയ്യിലാണോ ആധിപത്യമുള്ളത്, ഈ പ്രപഞ്ചത്തിന്റെ ആധിപത്യം ആരുടെ കൈകളിലാണോ അവൻ അനുഗ്രഹപൂർണനാണ്, അവൻ അത്യന്തം മഹത്വമുള്ളവനാണ്, അവൻ ഉന്നതനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ വിഷയങ്ങളിലും എല്ലാ കാര്യത്തിലും അവൻ കഴിവുള്ളവനാണ്, അവൻ സാമർഥ്യമുള്ളവനാണ്. ഖുർആനാണ്. സൂറത്ത് ആലി ഇംറാനിൽ കാണാം, വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അത് അല്ലാഹുവിനാകുന്നു. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവനാകട്ടെ എല്ലാത്തിലും കഴിവുള്ളവനാകുന്നു, എല്ലാത്തിനും സാമർഥ്യമുള്ളവനാകുന്നു. എന്ന് പറഞ്ഞാൽ അല്ലാഹു ഉദ്ദേശിക്കുന്നത് മാത്രമേ ഇവിടെ ചെയ്യാൻ കഴിയൂ. അല്ലാഹു തആലക്ക് അവൻ ഉദ്ദേശിക്കുന്നത് എന്തും ഇവിടെ ചെയ്യാൻ കഴിയും. അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അത് ഇല്ലാതാക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ല.
അതേപോലെ തന്നെ അല്ലാഹു തആല ഉദ്ദേശിക്കാത്ത ഒരു കാര്യം ഇവിടെ ഉണ്ടാക്കാനും ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എത്ര വലിയ ക്രൂരനായാലും, എത്ര വലിയ ധിക്കാരിയായാലും, ഇനി അഥവാ എത്ര വലിയ നീതിമാനായാലും, എത്ര വലിയ സത്യവാനായാലും അവരൊക്കെ അല്ലാഹുവിൻ്റെ കീഴിലുള്ളവരാണ്. നമ്മുടെ രാജ്യത്ത് ഓരോ ഭരണങ്ങൾ മാറി മാറി വരുമ്പോൾ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിലാണ്, അല്ലാഹുവിൻ്റെ പൂർണ്ണമായ കൈകളിലാണ്. ഭരിക്കുന്ന ഭരണാധികാരിയെ നിയന്ത്രിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. കാരണം എല്ലാം അല്ലാഹുവിൻ്റെ അടിമകളാണ്. അല്ലാഹുവിൻ്റെ ആധിപത്യത്തിൽ ആർക്കും സഹഭാഗിത്വമില്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇസ്രായിലെ അവസാനത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതാണ്. വഖുലിൽ ഹംദുലില്ലാഹ് അല്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്. അൽഹംദുലില്ലാഹ്, പ്രവാചകരെ ചൊല്ലൂ, പ്രവാചകരെ പറയുക, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനായിരിക്കുന്നു. അല്ലദീ ലം യത്തഖിദ് വലദ, അവൻ സന്താനത്തെ അവൻ ഉണ്ടാക്കിയിട്ടില്ല, സന്താനം എന്നുള്ളത് അല്ലാഹു തആലാക്കില്ല. വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്. ഈ പ്രപഞ്ചത്തിന്റെ ആധിപത്യത്തിൽ അല്ലാഹു തആലാക്ക് പങ്കാളികളില്ല. ഈ പ്രപഞ്ചത്തിന്റെ പ്രഭുത്വത്തിൽ അല്ലാഹു തആലാക്ക് സഹഭാഗിയില്ല. ആധിപത്യം എന്നുള്ളത് അല്ലാഹുവിൻ്റെ കയ്യിൽ മാത്രമാണ്. എന്നിരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ അടിമകളായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു നാടിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ ഭരണം അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ കൈകളിലേക്ക് വരുന്നത് എന്നത് അതൊരു വിഷയമല്ല. കാരണം എന്താണ്? ആധിപത്യം എന്നുള്ളത് അല്ലാഹുവിൻ്റെ കയ്യിലാണ്. അതിൽ പങ്കാളികളില്ല അല്ലാഹുവിന്. നമുക്ക് പഠിപ്പിക്കപ്പെട്ട ഒരു ദിക്റുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും മുഞ്ചാനയിൽ നാം ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. ആ ദിക്റിൽ പഠിപ്പിക്കുന്നതും അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആരാധനക്കർഹൻ വേറെ ആരുമില്ല. ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ്. അവന് പങ്കാളിയില്ല. അവന് മാത്രമാണ് ആധിപത്യം. അതേപോലെ ഇസ്ലാമിൻ്റെ അഞ്ചാമത്തെ പഞ്ചസ്തംഭമായിട്ട് ഹജ്ജ് കർമ്മം. നാം ഒക്കെ ഉള്ളത് ഹജ്ജിന്റെ മാസത്തിലാണ്. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് എന്ന് ചൊല്ലുന്നത് അത് അറിയപ്പെട്ട ചില മാസങ്ങളായിട്ട് അത് ഈ ശവ്വാൽ, ദിൽഖഅദ, ദിൽഹിജ്ജ 3 മാസങ്ങളാണ് ഹജ്ജിന്റെ മാസങ്ങൾ എന്ന് പറയുന്നത്. ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ട മാസങ്ങളാണ് ഈ 3 മാസം, ശവ്വാൽ, ദിൽഖഅദ, ദിൽഹിജ്ജ എന്നുള്ളത്. അപ്പൊ ആരെങ്കിലും ഹജ്ജിനോ ഉംറയിലോ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു പഴക്കമുണ്ട്. എന്താണത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹുവേ, നിന്റെ വിളിക്കുക, ഞാൻ ഉത്തരം നൽകി, ഞാൻ ഓകൊടുത്തു. റബ്ബേ, നിന്റെ വിളിക്ക്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, നിനക്കൊരു പങ്കാളിയില്ല. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, എല്ലാ സ്തുതിയും എല്ലാ ആധിപത്യവും അത് നിനക്ക് മാത്രമാണ്. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, എല്ലാ സ്തുതിയും എല്ലാ അനുഗ്രഹവും എല്ലാ ഉപകാരവും അത് നിന്നിൽ നിന്നിട്ട് മാത്രമാണ്. വൽ മുൽക്ക്, ഈ പ്രപഞ്ചത്തിന്റെ ആധിപത്യവും നിനക്ക് മാത്രമാണ്. നിനക്ക് യാതൊരു പങ്കാളിയുമില്ലാതിൽ. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഇത്തരത്തിലുള്ള അറിവുകൾ കൊണ്ട് നാം സമാധാനമടയണം. ഓരോ വിശ്വാസിയും ഓരോ മുസ്ലിമും സമാധാനമടയണം. ഇനി ആർക്കാണ് ഇവിടെ ഭരണം നൽകേണ്ടത് എന്ന കാര്യവും തീരുമാനിക്കുന്നത് അല്ലാഹു.
അള്ളാഹുവാണ്. ഇതും കൂടി നാം മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ഭൂമിയുടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ആർക്കിവിടെ ഭരണം നൽകണം, ആർക്ക് അധികാരം നൽകണം, ആർക്ക് ആധിപത്യം നൽകണം എന്നതും തീരുമാനിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. ചില ആളുകളൊക്കെ വിചാരിക്കും അള്ളാഹു എന്നും ഈ ദുന്യാവിന്റെ വിഷയത്തിൽ ഒന്നും ഇടപെടാനില്ല. അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് പരലോകവുമായി ബന്ധപ്പെട്ട് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും വിചാരണ, ഹിസാബ്, കിതാബ് ഇതുമായി മാത്രമാണ്. അല്ല, ഒരിക്കലുമല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊല്ലുന്നു, വഇന്ന ലനാ ലൽആഖിറത വല്ലൂലാ, വഇന്ന ലനാ ലൽആഖിറത വല്ലൂലാ. പരലോകവും ഇഹലോകവും അവ രണ്ടിൻ്റെയും ഉടമസ്ഥൻ ഞങ്ങളാണ്, ഞാനാണ്. അല്ലാഹു പറയുന്നതാണ്. പരലോകം മാത്രമല്ല, ഇഹലോകത്തിന്റെ കാര്യത്തിലും അല്ലാഹു തആല ഇടപെടുന്നു. അതുകൊണ്ട് ആർക്ക് അധികാരം നൽകണം, ഏത് ടീമിന്, ഏത് പാർട്ടിക്ക് എന്ന് തീരുമാനിക്കുന്നതും അല്ലാഹുവാണ്. നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പ്രാർത്ഥനയുണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇംറാനിൽ. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക് തുതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. പ്രവാചകരെ പറയുക, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്, ഓ അല്ലാഹ്, മാലിക്കൽ മുൽക്, സകല വിശ്വ ആധിപത്യത്തിന്റെ ഉടയനായ അല്ലാഹുവേ, സകല വിശ്വത്തിന്റെയും ആധിപത്യത്തിന് ഉടമസ്ഥനായ അല്ലാഹുവേ, തൂതിൽ മുൽക മൻ തശാ, തൂതിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്കായിട്ട് നീ ആധിപത്യം കൊടുക്കരുത്, നീ ഇഷ്ടപ്പെടുന്നവർക്കാണ് നീ രാജാധികാരം കൊടുക്കരുത്. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്നിട്ട് ആ ആധിപത്യം നീ എടുത്തു കളയുകയും ചെയ്യുന്നതും അതും നീയാകുന്നു. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ, നീ ഇഷ്ടപ്പെടുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു, നീ പ്രതിഷ്ഠ നൽകുന്നു, ഗൗരവം നൽകുന്നു. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ നീ അപമാനിതരാക്കുന്നു, ദലീൽ ഖ്വാറാക്കുന്നു. നീ ബിയദിക്കൽ ഖൈർ, എല്ലാ ഖൈറും എല്ലാ നന്മയും നിന്റെ കയ്യിലാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു നമ്മോട് ആവശ്യപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിക്കോ ഒരു ടീമിനോ ഭരണം കൊടുക്കുന്നതും ഒരു പാർട്ടിയിൽ നിന്ന് ഒരു ടീമിൽ നിന്ന് ഭരണം എടുത്തു കളയുന്നതും എല്ലാം അല്ലാഹുവാകുന്നു. അവന്റെ തീരുമാന പ്രകാരമാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ഒരു സത്യവിശ്വാസി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഏത് സാഹചര്യത്തിലും അവന് പേടിക്കേണ്ടതില്ല, അവന് ഭീരുവാകേണ്ടതില്ല, ആശങ്കയോ ഭയത്തിനോ യാതൊരു സ്ഥാനവും ഇവിടെയില്ല. കാരണം ഒരുപാട് അക്രമികളായ ധിക്കാരികളായ ഭരണാധികാരികൾ ഈ ലോകത്തിലെ ചില ഭാഗങ്ങളിൽ, ഭൂമിയുടെ ചില പ്രദേശങ്ങളിൽ ഭരണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഭരണം നടത്തുമ്പോൾ അവരുടെ കീഴിൽ മുസ്ലിമുകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? നമ്രൂദിന് ആധിപത്യം കൊടുത്തത് ആരാണ്? അല്ലാഹുവാണ്. ആ നമ്രൂദിന്റെ കീഴിലായിരുന്നല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടായിരുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ നമ്രൂദിനോട് തർക്കം നടത്തുന്നത് പരിശുദ്ധ ഖുർആനിൽ കാണാം. അവിടെ അല്ലാഹു തആല പറയുന്നത് ഇങ്ങനെയാണ്, അലം തറ ഇലല്ലദീ ഹജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക്. അലം തറ, നീ കണ്ടില്ലേ? അലം തറ ഇലല്ലദീ ഹജ്ജ ഇബ്രാഹീമ, ഇബ്രാഹീമിനോട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് തർക്കിച്ച മനുഷ്യൻ, തകരാറാക്കിയ മനുഷ്യൻ, ഡിസ്പ്യൂട്ടാക്കിയ, ആർഗ്യൂ ചെയ്ത ഒരു മനുഷ്യൻ, ഒരു അറസൻ, ഒരു ഭരണാധികാരി. ഫീ റബ്ബിഹി, ഏത് വിഷയത്തിലായി ഇവൻ തർക്കിച്ചത്? റബ്ബിന്റെ കാര്യത്തിൽ. എന്റെ റബ്ബിന്റെ കാര്യത്തിൽ തർക്കിക്കാൻ കാരണം ഇവ രണ്ടാരുടെയും ആശയം, ആദർശം വ്യത്യസ്തമായിരുന്നു. അറസനോ സത്യനിഷേധിയായ അറസനായിരുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമോ തൗഹീദിന്റെ മുന്നണി പോരാളിയായിരുന്നു, അല്ലേ? രണ്ട് വ്യത്യസ്തങ്ങളായ ആശയമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് തർക്കിക്കേണ്ടി വന്നു. ഏത് വിഷയത്തിൽ? ഫീ റബ്ബിഹി, റബ്ബിന്റെ കാര്യത്തിൽ. അവിടെയും അല്ലാഹു പറയുന്നത് എന്താണ്?
അൻ ആതാഹുല്ലാഹുൽ മുൽക, അല്ലാഹു അവന് അധികാരം നൽകിയത് കൊണ്ട്. അവൻ അധികാരം നൽകിയത് ആരായിരുന്നു? അല്ലാഹുവായിരുന്നു, അല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി തർക്കിച്ചു, പക്ഷേ ആ തർക്കത്തിൽ അവൻ ഉത്തരം മുട്ടി എന്നവിടെ കാണാം. ഫബുഹിത്തല്ലദീ കഫർ, ആ നിഷേധിയായിരിക്കുന്ന, ആ അഹംഭാവിയായതായിരിക്കുന്ന അറസൻ അവൻ ഉത്തരം മുട്ടി, മുട്ടുമടക്കി എന്ന് കാണാം. അതേപോലെ തന്നെ ഫിർഔനിനും ആധിപത്യം കൊടുത്തത് ആരാണ്? അല്ലാഹുവാണ്, അല്ലേ? ആ ഫിർഔനിന്റെ കാലഘട്ടത്തിലാണല്ലോ മൂസാ നബി അലൈഹിസ്സലാം ജീവിച്ചത്. എന്തുണ്ടായി? കുറേ കാലം അവന്റെ ആഡളിത്തം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചോ ഫിർഔന്? ഇല്ലല്ലോ. അല്ലാഹു തആല പിടികൂടിയില്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, എത്ര വലിയ ക്രൂരനായാലും, എത്ര വലിയ ധിക്കാരിയായ അഹംഭാവിയായ അരസനായാലും, ഇനി അതല്ല സത്യസന്ധനായ നീതിമാനായ അരസനായാലും ഭരണാധികാരിയായാലും, അവർക്കെല്ലാം ഭരണം നൽകുന്നത് ആരാണ്? അല്ലാഹുവാണ്. നീതിമാനായ ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, അല്ലേ? യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പുത്രനായ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിനും അല്ലാഹു തആല ഭരണം നൽകിയില്ലേ? ഈജിപ്തിന്റെ, മിസ്റിന്റെ രാജാധിപത്യത്തിൽ വലിയ ഹുദ്ദ, വലിയ സ്ഥാനം അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. അവസാന സന്ദർഭത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ കാണാം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽകി വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്താണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? അധികാരത്തിന്റെ ആ ഉയർന്ന ഉന്നത സ്ഥാനത്തിരിക്കുമ്പോൾ പോലും അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എന്താണ്? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്, അല്ലാഹുവേ എനിക്ക് ഈ അധികാരം നൽകിയത് നീയാണ്. നോക്കണം, ആരാണ് അധികാരം നൽകുന്നത്? അല്ലാഹുവാണ്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്, ഈ രാജാധികാരം, ഈ സാമ്രാജ്യത്തിന്റെ അധികാരം ദയപാലിച്ചത് നീയാണ്. വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസ്, അതുപോലെ തന്നെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള അറിവുകൾ, അതുപോലെ പല വിഷയങ്ങളെ സംബന്ധിച്ചും ആഴത്തിലുള്ള അറിവുകൾ നീ എനിക്ക് നൽകി റബ്ബേ. ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ അല്ലാഹ്, തവഫനി മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണം. ആരുടെ പ്രാർത്ഥനയാണ്? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയായിരുന്നു. എനിക്ക് ഭരണം നൽകിയത് നീയാണ്, എനിക്ക് വിശാലമായ അറിവുകൾ നൽകിയത് നീയാണ്. ആ അറിവുകളും അതേപോലെ തന്നെ അധികാരവും നൽകിയത് കൊണ്ട് ഈജിപ്തിന്റെ ഖജനാവിനെ സൂക്ഷിക്കാനുള്ള അതുപോലത്തെ വലിയ വലിയ ഹുദ്ദകൾ എനിക്ക് കിട്ടിയത് അത് നീ എനിക്ക് കനിഞ്ഞത് കൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതാണ്, എന്തെങ്കിലും അഹങ്കാരത്തിന്റെ വാക്കുകൾ, എന്തെങ്കിലും അഹംഭാവം, ഹെമ്മ കാണിക്കുന്ന ചെമ്പ കൊച്ചുന്ന എന്തെങ്കിലും ഒരു പടക്ക, ഒരു ശബ്ദം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നില്ല. ധിക്കാരികളായ അഹംഭാവികളായ അറസന്മാരെ പോലെ ഒന്നും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നില്ല. അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിന് നീ മുസ്ലിമായി മരിപ്പിക്കണം. അപ്പൊ അധികാരം നൽകുന്നത് അല്ലാഹുവാണ്. അധികാരം എടുത്തു കളയുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം ആരായിരുന്നു? ലോക ചക്രവർത്തിയായിരുന്നു, അല്ലേ? ലോക ചക്രവർത്തിയായിരുന്നു. വളരെ വിരളമാണ് ലോകം ഭരിച്ചിരുന്ന ഭരണാധികാരികൾ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഭരണം നൽകി, അധികാരം നൽകിയത് ആരാണ്? അല്ലാഹുവാണ്. അതേപോലെ തന്നെ അധികാരം കൈയാളുമ്പോൾ ചില കുറത്തകൾ, എന്തോ ചില വീഴ്ചകൾ വന്നപ്പോ കുറഞ്ഞ കാലത്തേക്ക് ആ അധികാരം അല്ലാഹു എടുത്തു കളഞ്ഞു. അതും ചെയ്തു അല്ലാഹു തആല. മാലിക്കൽ മുൽക്ക് തുത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീയാണ് ആധിപത്യം കൊടുക്കുന്നത്. ആ ആധിപത്യം ചിലപ്പോൾ നീ ഉദ്ദേശിക്കുന്നവർ എന്നിട്ട് എടുത്തു കളയുകയും ചെയ്യുന്നതും നീയാണ്. ഒരു പാർട്ടിക്കോ ഒരു ടീമിനോ ഭരണം കൊടുക്കുന്നതും അല്ലാഹുവാണ്. ആ ഭരണം എടുത്തു കളയുന്നതും അല്ലാഹുവാകുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്ന നല്ല ഒരു നീതിമാനായ, സത്യവാനായ, പ്രവാചകനായ ഒരു ലോക ചക്രവർത്തിയായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. എന്നിട്ടും കുറഞ്ഞ സമയത്തേക്ക് അല്ലാഹു തആല അദ്ദേഹത്തിൽ നിന്നിട്ട് അധികാരം എടുത്തു കളഞ്ഞു, അല്ലേ? പരിശുദ്ധ ഖുർആനിൽ സൂറത്തു സ്വാദിൽ കാണാം.
വലഖദ് ഫതന്നാ സുലൈമാന വഅൽഖൈനാ അലാ കുർസിയിഹി ജസദാ സുമ്മ അനാബ്. എന്താണ് പറഞ്ഞത്? വലഖദ് ഫതന്നാ സുലൈമാൻ, സുലൈമാനെ നാം പരീക്ഷിച്ചു. നാം അദ്ദേഹത്തെ പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തി, പരീക്ഷയ്ക്ക് നാം വശംവദനാക്കി അദ്ദേഹത്തെ വിട്ടില്ല. എന്നിട്ട് വഅൽഖൈനാ അലാ കുർസിയിഹി ജസദാ, അദ്ദേഹത്തിന്റെ രാജസിംഹാസനത്തിൽ നാം വേറെ ഒരാളെ ദൈപ്പാട്ടി. അല്ലാഹു തആല ചൊല്ലുന്നു, ഒരു കുറഞ്ഞ കാലത്തേക്ക് അദ്ദേഹത്തിൽ നിന്നിട്ട് അധികാരം അല്ലാഹു തആല എടുത്തു കളഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് അല്ലാഹു എന്നെ പരീക്ഷിക്കുന്നതാണ് എന്ന്. അദ്ദേഹം എന്തു ചെയ്തു? തൗബ ചെയ്ത് മടങ്ങി അല്ലാഹുവിലേക്ക്. മനസ്സിലായില്ലേ? ആ തെറ്റിൽ അദ്ദേഹം നിലനിന്ന് അതേ തെറ്റ് വീണ്ടും വീണ്ടും അദ്ദേഹം ആവർത്തിച്ചില്ല. എന്തോ ഒരു കുറവ് വന്നു. അതെന്താണ് എന്ന് ഖുർആൻ വിശദീകരിക്കുന്നില്ല. ചരിത്രകാരന്മാർ ഒരുപാട് പലതും പറയുന്നുണ്ട്, നമുക്കിവിടെ പറയേണ്ട ആവശ്യവുമില്ല. എന്തോ ഒരു വീഴ്ച അദ്ദേഹത്തിന്റെ ഭരണസംബന്ധമായി ഉണ്ടായപ്പോ അല്ലാഹു തആല കുറഞ്ഞ സമയത്തേക്ക് ആ അധികാരം അദ്ദേഹത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു. അദ്ദേഹം അല്ലാഹുവോട് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങി. സുമ്മ അനാബ്, അദ്ദേഹം ഖേദിച്ചു മടങ്ങിയപ്പോൾ വീണ്ടും അല്ലാഹു തആല അധികാരം അദ്ദേഹത്തിന് തിരിച്ചു നൽകി. അങ്ങനെ ലോക ചക്രവർത്തിയായി ലോകത്തിന്റെ പല ഭാഗങ്ങളും അധീനപ്പെടുത്തി അവിടെ ഭരണം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. കാറ്റിനെ പോലും അല്ലാഹു തആല അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി വിധേയമാക്കി കൊടുത്തു എന്ന് കാണാം പരിശുദ്ധ ഖുർആനിൽ. ഫസഖർനാ ലഹു الريح تجري بأمره رخاء حيث أصاب. അദ്ദേഹത്തിന് നാം കാറ്റിനെ കീഴ്പ്പെടുത്തി. കാരണം പണ്ടത്തെ കാലത്ത് ഇന്നത്തെ പോലെ എറോപ്ലെയിനോ ഹെലികോപ്റ്ററോ ഒന്നുമില്ല. ലോക ചക്രവർത്തിയാവും പല ലോകത്തിലുള്ള ജനങ്ങളുടെ സ്ഥിതിഗതികൾ അറിയണം. അല്ലാഹു തആല കാറ്റ്, ഗാളിയെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ്. ആ ഗാളിയുടെ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചു. വളരെ വളരെ മയമായ നിലക്ക്, വളരെ ജെന്റ്ലി, വളരെ വളരെ മയമായ, ഒരു വിഷമവുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ എല്ലാ സ്ഥലവും കാണാൻ, സന്ദർശിക്കാൻ, ജനങ്ങളുടെ അഹ്വാലുകൾ, സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ ഉതകുന്ന നിലക്ക് കാറ്റിനെ അദ്ദേഹത്തിന് നാം കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഭരണം നൽകിയതാരാണ്? അല്ലാഹുവാണ്. ഭരണം എടുത്തു കളഞ്ഞതാരാണ്? അല്ലാഹുവാകുന്നു. എന്നിട്ട് കുറഞ്ഞ സമയത്തേക്ക് ഭരണം എടുത്തു കളഞ്ഞ് വീണ്ടും അല്ലാഹു തആല ഭരണം നൽകി. എല്ലാം അല്ലാഹുവാകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്, എത്ര വലിയ ക്രൂരന്മാരായാലും അഹംഭാവികളായാലും അവർക്കും ഭരണം നൽകുന്നത് അല്ലാഹുവാകുന്നു. അവരും അല്ലാഹുവിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ്. ഇനി സത്യസന്ധന്മാരായാലും നീതിമാന്മാരായാലും എല്ലാം അവർക്കും ഭരണം നൽകുന്നത് അല്ലാഹുവാണ്. അവരും അല്ലാഹുവിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും വിഷയവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്ക് വ്യക്തമായ നിലപാടുകളും കാഴ്ചപ്പാടുകളും ഉൾക്കാഴ്ചകളും ഉണ്ടായിരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തെ ശാന്തിയും സമാധാനവും കളിയാടുന്ന രാജ്യമാക്കി അല്ലാഹു തആല മാറ്റിയെടുക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين.
സഹോദരിമാരെ, ഏത് വിഷയങ്ങൾ വരുമ്പോഴും മുസ്ലിമീങ്ങളുടെ വിശ്വാസികളുടെ നിലപാടെന്തായിരിക്കണം? അത് ഭരണം മാറി മാറി വരുമ്പോഴും എന്തായിരിക്കണം അവരുടെ നിലപാട്, അവരുടെ സമീപനം എന്നതിനെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കി വരുന്നത്. അധികാരവും ആധിപത്യവും അല്ലാഹു തആല നൽകുന്നു എന്നതുകൊണ്ട് ഇവിടെ വിശ്വാസികൾ വെറുതെ ഇരിക്കണമെന്നാണോ അതിൻ്റെ ഉദ്ദേശം? ഒരിക്കലുമല്ല. ഓരോ മുസ്ലിമും അവൻ്റെ കഴിവിൻ്റെ പരമാവധി നീതിയും ശാന്തിയും നിലനിൽക്കുന്ന ഒരു രാജ്യത്തിന് വേണ്ടി, ഒരു ഭരണത്തിന് വേണ്ടി കഠിനമായ നിലക്ക് പരിശ്രമിക്കണം. ഇനി ഈ രാജ്യത്തിലെ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തെ വേട്ടയാടുമ്പോൾ ഇവിടെ അനീതിയും അതേപോലെ തന്നെ അസമത്വവും നിലനിൽക്കുമ്പോൾ ഒരു വിശ്വാസി, ഒരു മുസ്ലിം വെറുതെ ഇരിക്കണമെന്നാണ്? ഒരിക്കലും അത് പാടില്ല. അവനവൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കണം. ഭരണഘടനയുടെ കീഴിൽ നിയമപരമായ നിലക്ക് ജനാധിപത്യത്വ മര്യാദയോടുകൂടി അതിനെതിരെ ശബ്ദിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടത് അഫ്ളലുൽ ജിഹാദ് കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ. ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് എന്ന് ചൊല്ലുന്നത് ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, ഒരു അക്രമിയായ ഭരണാധികാരിക്കെതിരിൽ ശബ്ദിക്കുക എന്നത്, ഹക്ക് തുറന്നു പറയുക എന്നത്, അത് ഏറ്റവും വലിയ ജിഹാദാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിപാടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കണമെന്നല്ല. ഇവിടെ ന്യൂനപക്ഷ വിഭാഗത്തെ വേട്ടയാടപ്പെടുമ്പോൾ, അവരെ കൊല ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവർക്കെതിരിൽ നിയമത്തിൻ്റെ കുരുക്കുകളിലൂടെ പല വിധത്തിലുള്ള അന്യായങ്ങളും അക്രമങ്ങളും ചെയ്യുമ്പോൾ അവർക്ക് കഴിയാവുന്ന രീതിയിൽ ഭരണഘടന അനുശാസിക്കുന്ന നിലക്ക്, നിയമപരമായ നിലക്ക് അതിനെതിരിൽ ശബ്ദിക്കുക എന്നത് മുസ്ലിമിൻ്റെ കടമയാണ്. മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം അത്തരത്തിലുള്ള ഭരണാധികാരികൾ എന്തുകൊണ്ടുണ്ടാകുന്നു? അത് നാം മനസ്സിലാക്കണമെന്നും അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പാട്ടിയിട്ടുണ്ട്. അതും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്. മുസീബത്തുകൾ വരുന്നത് അല്ലാഹു തആല പറയുന്നു സൂറത്തു ശൂറായിൽ, വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും. നിങ്ങൾക്ക് എന്തെങ്കിലും മുസീബത്ത് ബാധിക്കുന്നു, അതൊരു ഭരണാധികാരി, അക്രമിയായ ഭരണാധികാരിയിലൂടെയാണ് നിങ്ങൾക്ക് മുസീബത്ത് ബാധിക്കുന്നതെങ്കിലും അതിൻ്റെ കാരണക്കാരൻ നിങ്ങളാണ്. ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ടാണ്, വേറൊന്നുകൊണ്ടുമല്ല. അതിൻ്റെ കാരണക്കാർ നിങ്ങളാണ്. വയഅഫൂ അൻ കസീർ, കുറേ അല്ലാഹു തആല മാപ്പ് ചെയ്യുന്നു. പക്ഷേ പിന്നെ നിങ്ങൾ പിന്നെയും ആവർത്തിക്കുമ്പോൾ അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 5 കാര്യങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. 5 മുസീബത്തുകളെ പറ്റി, 5 തരത്തിലുള്ള പരീക്ഷണങ്ങളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഹദീസുൽ ഖിസാലുൽ ഖംസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഹദീസുൽ ഖിസാലുൽ ഖംസ് എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്. അതെല്ലാം ഇപ്പോൾ വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. അതിലൊന്ന് മാത്രമാണ് ഞാനിപ്പോൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ആ 5 കാര്യങ്ങൾ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിൽ വ്യാപിച്ചാൽ അല്ലാഹുവിൻ്റെ ഭാഗത്തുള്ള ശിക്ഷ വരും, ശിക്ഷ ഇറങ്ങുമെന്നാണ് റസൂൽ പറയുന്നത്. അത് ആഖിറത്തിലല്ല, ദുന്യാവിൽ വളരെ ധൃതിയിൽ അല്ലാഹു തആല ശിക്ഷ ഇറക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ വിളിച്ചിട്ട് ചൊല്ലുറ, മുഹാജിറുകളെ വിളിച്ചിട്ട്, യാ മഅ്ശറൽ മുഹാജിരീൻ, ഏ മുഹാജിറുകളായ സഹാബ, ഖംസുൻ ഇദബ്തുലീതും ബിഹിന്ന, 5 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഇതാ പരീക്ഷിക്കപ്പെടും. 5 മുസീബത്തുകൾ നിങ്ങൾക്ക് വരും, 5 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടും. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ അല്ലേ, വളരെയേറെ കാരുണ്യവാനായ, കാരുണ്യത്തിൻ്റെ കടലായ അല്ലാഹുവിൻ്റെ റസൂൽ ഉടനെ അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, അഊദു ബില്ലാഹ് അൻ തുദ്രികുഹുന്ന, ഞാൻ അല്ലാഹുവോട് കാവലിനെ തേടുന്നു, ആ 5 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ, 5 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ, ഞാൻ അല്ലാഹുവോട് ശരണം തേടുന്നു, കാവലിനെ തേടുന്നു. ആ 5 കാര്യം നിങ്ങൾക്കുണ്ടായാൽ ആഖിറത്തിലല്ല, ദുനിയാവിൽ തന്നെ നിങ്ങൾ അല്ലാഹു തആല ശിക്ഷിക്കും, ദുനിയാവിൽ തന്നെ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ അദാബ് ഇറങ്ങും
എന്നിട്ട് 5 കാര്യങ്ങൾ, ഒരു കാര്യം മാത്രമാണ് ഞാൻ ചൊല്ലുന്നത്. 5 കാര്യങ്ങൾ അല്ലാഹുവിൻ്റെ റസൂല് മഴയില്ലാതാകാനുള്ള കാരണവും ചൊല്ലുന്നുണ്ട്. എന്തുകൊണ്ട് മഴയുണ്ടാകുന്നില്ല? നിങ്ങളിലുള്ള സമ്പന്നന്മാർ സകാത്തിനെ തടഞ്ഞു വെക്കുന്നത് കൊണ്ടാണ്, സകാത്ത് കൊടുക്കാത്തത് കൊണ്ടാണ്. സകാത്തിനെ തടഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന്, നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അവകാശമായിട്ടിരിക്കുന്ന, സാധുക്കൾക്ക് കിട്ടേണ്ടതായിരിക്കുന്ന, സാധുക്കൾക്ക് അർഹമായിരിക്കുന്ന ആ സകാത്ത് നിങ്ങൾ തടയുമ്പോൾ ആകാശലോകത്ത് മഴയും അള്ളാഹു തടയുമെന്ന ആ ഹദീസിൽ ചൊല്ലുന്ന ഒരു മുസീബത്ത് അതാണ്. മഴയില്ലാതാകാനുള്ള കാരണം നിങ്ങൾ സകാത്ത് കൊടുക്കാതിരിക്കൽ. ഏതൊരു കാരണം അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നത് നോക്കൂ. വലം യൻഖുദു അഹ്ദല്ലാഹി വഅഹ്ദ റസൂലിഹി. അല്ലാഹുവിന്റെ കരാറുകൾ നിങ്ങൾ ഉല്ലംഘനയാക്കുമ്പോൾ, അല്ലാഹുവോട് ചെയ്ത, അവന്റെ റസൂലിനോട് ചെയ്ത കരാറുകൾ നിങ്ങൾ ഉല്ലംഘനയാക്കുമ്പോൾ, നിങ്ങൾ ലംഘിക്കുമ്പോൾ, ഇല്ലാ സല്ലല്ലാഹു അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു തആല അധികാരം നൽകും, ആധിപത്യം നൽകും ആർക്ക്? അദുവ്വം മിൻ ഗൈരിഹിം. അല്ലാഹു തആല ശത്രുക്കളുടെ കയ്യിൽ, നിങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ, നിങ്ങളല്ലാത്ത മറ്റു മതസ്ഥരിൽ നിന്നിട്ട് നിങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിങ്ങളെ ഭരിക്കേണ്ട അധികാരം അവർക്ക് നൽകും. അങ്ങനെ അവർ നിങ്ങളെ ക്രൂരമായ നിലയ്ക്ക് പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ കാരണം എന്താണ്? അല്ലാഹുവിന്റെ കൽപ്പനകൾ നിങ്ങൾ ഉല്ലംഘിക്കുന്നു. അല്ല എങ്കിൽ അല്ലാഹു തആല പറഞ്ഞതല്ലേ, വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കുക നമ്മളെ കടമയാണ്, സഹായിക്കുമെന്ന്. പക്ഷെ എന്തുകൊണ്ട് അക്രമികളായ ഭരണാധികാരികളാൽ മുസ്ലിമീങ്ങൾ വേട്ടയാടപ്പെടുന്നു നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഹദീസ് ഇവിടെ നമുക്ക് ഓർമ്മ വരണം. അല്ലാഹുവിന്റെ കൽപ്പനകൾ, അല്ലാഹുവോട് ചെയ്ത കരാറുകൾ ഉല്ലംഘിക്കുന്നില്ലേ? എത്ര കരാറുകളാണ് നാം ലംഘിക്കുന്നത്? ഒരു കരാറ് മാത്രം നമ്മൾ 5 നേരം നിസ്കാരത്തിൽ പറയുന്നില്ലേ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹ് നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിനക്ക് മാത്രം, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. 5 നേര നിസ്കാരത്തിൽ അല്ലേ, ഓരോ മുസ്ലിമായ മനുഷ്യനെ കൊണ്ട് ഒരു ദിവസത്തിൽ നിർബന്ധമായ നിലക്ക് 17 വട്ടം അവന്റെ വായിൽ ചൊല്ലിപ്പിക്കുന്നില്ലേ? അത് കരാറാണ്, അല്ലാഹുവോട് നാം എടുക്കുന്ന കരാറാണ്. ആ കരാറ് പാലിക്കാൻ നമ്മുടെ ഉമ്മത്തിൽ എത്ര പേരാണ് തയ്യാറാകുന്നത്? അള്ളാഹുവിനെ മാത്രമാണ് ഇവിടെ ഇബാദത്ത് ചെയ്യുന്നത്. എത്രയോ മുസ്ലിം പേരുകൾ അറിയപ്പെടുന്നവരുടെ ഇബാദത്തുകൾ എവിടേക്കെല്ലാം പോകുന്നു, ആരോടെല്ലാമാണ് സഹായം തേടുന്നത് അവർ, അല്ലേ? വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹുവിന്റെ കരാറുകൾ നിരന്തരമായി ലംഘിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ 5 കാര്യങ്ങളിൽ ഒന്ന്. അക്രമികളായ അറസന്മാരെ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കും. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ നാം വേണ്ടതെന്താണ്? നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്തിനാണ് നാം ഇവിടെ വന്നത് ഈ ലോകത്തേക്ക്? പലർക്കും പലതും പറയാനുണ്ട്. എന്താണ് നീ ഈ ലോകത്ത് വന്നതിൻ്റെ ഉദ്ദേശം? ഈ ഭൂമിയിലേക്ക് പലർക്കും പലതുണ്ട്. എനിക്കൊന്ന് സുഖമായി ജീവിക്കണം, കുറേ പഠിക്കണം, കുറേ മക്കളെ ഓരോ കെട്ടോരെല്ലാം കാണണം, ഒന്നിച്ച് ജീവിക്കണം, ഇങ്ങനെയൊക്കെ അല്ല. അതൊന്നുമല്ല. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, ഇത് മാത്രമാണ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഇത് അല്ലാഹുവോട് നാം ഏറ്റെടുത്ത കരാറാണ്. അപ്പം ഇതും കൂടി നാം മനസ്സിലാക്കണം. അക്രമികളായ ഭരണാധികാരികൾ എന്തുകൊണ്ട് നമ്മുടെ മുമ്പിലുണ്ടാകുന്നു? അതേ അവസരത്തിൽ അക്രമികളായ ഭരണാധികാരികൾ കൂടുതൽ കാലം വാഴാനുള്ള അവസരവും അല്ലാഹു തആല കൊടുക്കുകയില്ല. അതും കൂടി നാം മനസ്സിലാക്കണം. അല്ലാഹു തആല പറയുന്നുണ്ട്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലാ അമ്മാ യഅ്മലു ളാലിമൂൻ. ഇവിടെ അക്രമികൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അല്ലാഹ് ഒന്നും തിരിയാത്തവനാണ്, അല്ലാഹ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല, അശ്രദ്ധനാണ് എന്ന് ആരും വിചാരിച്ചു പോകണ്ട. അവർക്കൊരു കുറഞ്ഞ സമയം അല്ലാഹു ഈ ദുനിയാവിൽ കൊടുക്കുന്നു. പിന്നെ പെട്ടെന്ന് ഒന്ന് അവരെ മരിപ്പിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അവർ ചിന്ന ഭിന്നമാക്കുന്നതിലൂടെ അല്ലാഹു തആല അവരുടെ അധികാരങ്ങൾ, അവരുടെ സ്വാധീനങ്ങൾ എടുത്തെറിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുസ്ലിം ഉമ്മത്തിന് എല്ലാ നിലക്കും അനുകൂലമാകുന്ന, സഹായകരമാകുന്ന നല്ല ഒരു ഭരണം, ശാന്തിയും സമാധാനവും സുരക്ഷിതത്വം കൈയാടുന്ന ഒരു ഭരണം അല്ലാഹു തആല നമ്മുടെ ഈ രാജ്യത്ത് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും രാജ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തെ മാറ്റിയെടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവർ, ഇന്ന് നമ്മുടെ പള്ളിയുടെ കലക്ഷനാണ്. എല്ലാവരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. അതേപോലെ മേലെ മദ്രസിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടുണ്ട്. ഓരോരുത്തരും നിങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായ കഴിവുള്ളവർ ആ കൺസ്ട്രക്ഷൻ പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യണം. അങ്ങനെ സംഭാവന ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ മദ്രസ കമ്മിറ്റി ഭാരവാഹികളുമായി ബന്ധപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ എല്ലാ സദഖകൾ, ദാനധർമ്മങ്ങൾ
പൂർണ്ണമായ പ്രതിഫലം നൽകി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.